കാർഷിക വാർത്തകൾ. ഏഷ്യൻ റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങൾ ടാപ്പിംഗിൽ നിന്നും താൽക്കാലികമായി പിന്മാറുന്നു. പ്രതികൂല കാലാവസ്ഥയാണ് ടാപ്പിംഗ് നിർത്തിവെക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ ജൂൺ വരെ റബ്ബറിന് വിൽപ്പനക്കാർ കുറഞ്ഞേക്കും. ഇത് വിലക്കയറ്റത്തിലേക്ക് നയിച്ചേക്കാം. തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ കരുതൽ ശേഖരം കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഓഫ് സീസണിലെ ബൈയിങ് ഉയർന്ന വിലയ്ക്ക് വഴിതെളിക്കുമെന്ന നിലപാടാണ് തായ്ലൻഡിലെ വൻകിട റബ്ബർ എസ്റ്റേറ്റുകൾ. അടുത്ത 3 മാസത്തിനുള്ളിൽ മെച്ചപ്പെട്ട വില ഉറപ്പാക്കാമെന്ന നിഗമനത്തിലാണ് മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ. അതേസമയം ഇന്ത്യയും ശ്രീലങ്കയും രാജ്യാന്തര വിപണിയിലെ പുതിയ സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തുകയാണ്. വേനൽ കനത്തതോടെ കേരളത്തിലും റബ്ബർ വെട്ട് മന്ദഗതിയിലാണ്. ചൂട് ശക്തമായതോടെ വൻകിട തോട്ടങ്ങൾ ടാപ്പിംഗ് സ്തംഭിച്ചു. വൻകിട ടയർ നിർമ്മാതാക്കൾ വിപണി വില ഉയർത്താതെ ചരക്ക് സംഭരണത്തിന് നീക്കം തുടരുന്നതിനാൽ വലിയ പങ്ക് കർഷകരും വിൽപ്പനയിൽ നിന്നും പിന്തിരിഞ്ഞു. ചില കാർഷിക സംഘടനകൾ 200 രൂപയിൽ കുറച്ച് ഷീറ്റ് വിൽപ്പന നടത്തില്ലെന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും ടയർ ലോബി 190 കൂടിയ വില വാഗ്ദാനം ചെയ്യുന്നില്ല. റബ്ബറിന്റെ വാരാന്ത്യ നിരക്ക് 191 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി ഗണ്യമായ വർധന രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഫലവർഗ്ഗങ്ങൾ മുതൽ പരമ്പരാഗത ഭക്ഷ്യവസ്തുക്കൾ വരെ കയറ്റുമതിയിലാണ് ഇന്ത്യ മുന്നേറിയത്. ഇന്ത്യയുടെ കാർഷിക കയറ്റുമതിയിൽ വൻ വർധനയുള്ളതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഫലവർഗ്ഗങ്ങൾ മുതൽ പരമ്പരാഗത ഭക്ഷ്യവസ്തുക്കൾ വരെ കയറ്റി അയക്കുന്നതിൽ ഇന്ത്യ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് മാതള നാരങ്ങയും പോളണ്ടിലേക്ക് അത്തിപ്പഴച്ചാർ 2022 ജർമ്മനിയിലേക്കും ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ പ്രധാന വിപണി ലണ്ടനും ബഹ്റൈനുമാണ്. ഗുജറാത്തിലെ കച്ച്, പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ഇവ കൂടാതെ ചക്ക, ചുവനാരി, കൈതച്ചക്ക എന്നിവയും ഇന്ത്യയിൽ നിന്നും കടൽ കടക്കുന്ന പ്രധാന ഇനങ്ങളാണ്. കൈതച്ചക്ക പ്രധാനമായും കയറ്റി അയക്കുന്നത് കേരളത്തിലെ വാഴക്കുളത്തു നിന്നാണ്. ഭൗമസൂചിക അംഗീകാരമുള്ളതാണ് വാഴക്കുളം കൈതച്ചക്ക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള കുരുമുളക് ഉൽപ്പാദനം നടപ്പ് സാമ്പത്തിക വർഷം കുറയുമെന്ന് വിയറ്റ്നാം പെപ്പർ ആൻഡ് സ്പൈസസ് അസോസിയേഷൻ. അടുത്ത വിളവെടുപ്പ് വരെ വില ഉയർന്നു തന്നെ നിൽക്കും. പ്രതികൂല കാലാവസ്ഥയിൽ ഇന്ത്യ അടക്കമുള്ള മുഖ്യ ഉൽപ്പാദന രാജ്യങ്ങൾ വിളവ് കുറയുമെന്നാണ് വിയറ്റ്നാം പെപ്പർ ആൻഡ് സ്പൈസസ് അസോസിയേഷന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ വർഷം 2.5 ലക്ഷം ടൺ കുരുമുളക് വിയറ്റ്നാം കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഉയർന്ന വില കണ്ട കർഷകർ കരുതൽ ശേഖരത്തിലുള്ള കുരുമുളക് വിറ്റുമാറാൻ ഉത്സാഹിച്ചു. അടുത്ത വിളവെടുപ്പ് വരെ ഉയർന്ന തലത്തിൽ കുരുമുളക് നീങ്ങുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ കർഷകർക്ക് മുന്നിൽ ഇറക്കുമതി ഭീഷണിയാകില്ലെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഉൽപ്പാദകർ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. സീസൺ ആരംഭം മുൻനിർത്തി ഉത്തരേന്ത്യൻ വാങ്ങലുകാർ കുരുമുളക് വില പിന്നിടുന്ന വാരം ക്വിന്റലിന് 700 രൂപ ഇടിച്ച് 65,200 ശേഖരിച്ചു. ഉയർന്ന കാർഷിക ചെലവുകളും ബാങ്ക് വായ്പാ കാലാവധികൾ അടുക്കുന്നതും മുൻനിർത്തി പണം തിരിച്ചടവിനുള്ള നീക്കത്തിലാണ് ചെറുകിട കർഷകർ. സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കാൻ വിവിധ ഭാഗങ്ങളിലെ ഉൽപ്പാദകർ കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാപ്പി വില 50 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിട്ടും നേട്ടമില്ലാതെ കർഷകർ. ഉൽപാദന ചെലവും കാലാവസ്ഥാ വ്യതിയാനവും കർഷകർക്ക് വെല്ലുവിളിയാകുന്നു. ലോകവിപണികളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ സാധാരണ കാപ്പിയുടെ വില ഇരട്ടിയിലധികം വർദ്ധിച്ചു. ഫാമിൽ വിളവെടുക്കുന്ന സ്പെഷ്യാലിറ്റി ഇനം കാപ്പികൾക്ക് വളരെ കാലമായി വലിയ വിലയാണ് ലഭിക്കുന്നത്. പക്ഷേ കാപ്പി വില കുതിച്ചുയരുന്നുണ്ടെങ്കിലും വർദ്ധിച്ചുവരുന്ന ഉൽപാദന ചെലവ്, കാലാവസ്ഥാ വ്യതിയാനം, തൊഴിലാളി ക്ഷാമം തുടങ്ങിയ വെല്ലുവിളികൾ കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം വിളകളെ ബാധിക്കുന്നതിനാലും അന്താരാഷ്ട്ര വിപണി സാഹചര്യങ്ങൾ അസ്ഥിരമായി തുടരുന്നതിനാലും സുസ്ഥിരതയെ ഭാവി സാധ്യതകളെയും കുറിച്ച് കാപ്പി ഉൽപ്പാദകർ ആശങ്കയിലാണ്. കാപ്പി വില ഉയർന്നതോടെ കഫീൻ ആസക്തി പരിമിതപ്പെടുത്താൻ സോഡ, എനർജി ഡ്രിങ്കുകൾ പോലുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളിലേക്ക് വിപണി ശ്രദ്ധ തിരിയുമെന്ന ആശങ്കയും വ്യാപാരികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരമ്പരാഗത വിത്തുത്സവം ഇന്നു മുതൽ 24 വരെ നടക്കും. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണത്തിന്റെയും പ്രചാരണത്തിന്റെയും ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരമ്പരാഗത വിത്തുത്സവം നടക്കുന്നത്. പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രദർശനം, വിപണനം, സെമിനാറുകൾ, ഭക്ഷ്യമേള, കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. ഭൗമസൂചിക പദവി, കാർഷിക മേഖലയിലുള്ള പ്രാധാന്യം, പരിസ്ഥിതി സന്തുലനത്തിനും ജൈവവൈവിധ്യ സംരക്ഷണത്തിനും പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രാധാന്യം, ഭക്ഷ്യവനം എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ പഞ്ചായത്ത് CDS ഹാളിൽ നടക്കും. ജൈവ കർഷക സംഗമവും നടക്കും. കൂടാതെ പരിസ്ഥിതി സംരക്ഷണത്തിന് ആദിവാസി കൃഷിരീതികളുടെ പങ്ക്, ആദിവാസി മേഖലയിലെ ചെറുധാന്യ കൃഷി സാധ്യതകൾ,
പരമ്പരാഗത വിത്തുകളുടെ പുനരുജ്ജീവനം, ഗോത്ര സമൂഹങ്ങളിലൂടെ എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. ഭക്ഷ്യസുരക്ഷയിൽ പരമ്പരാഗത കിഴങ്ങുവർഗ്ഗങ്ങളുടെ പ്രാധാന്യം, തണ്ണീർത്തടവും കാലാവസ്ഥാ വ്യതിയാനവും, തണ്ണീർത്തട വിവര സംവിധാനങ്ങൾ എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. 3 ദിവസങ്ങളിലും വൈകിട്ട് 5 മുതൽ സ്റ്റേജ് ഷോകളും അരങ്ങേറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ സസ്യ എണ്ണയുടെ ഇറക്കുമതി നികുതി ഉയർത്തിയേക്കും. പ്രാദേശിക കർഷകരെ സഹായിക്കുന്നതിനാണ് ഈ നീക്കമെന്ന് വിലയിരുത്തൽ. ആഭ്യന്തര എണ്ണക്കുരുക്കളുടെ വിലത്തകർച്ച രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നീക്കം. 6 മാസത്തിനുള്ളിൽ 2ാം തവണയും ഇന്ത്യ സസ്യ എണ്ണയുടെ ഇറക്കുമതി നികുതി ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നത് പ്രാദേശിക സസ്യ എണ്ണയുടെയും എണ്ണക്കുരുക്കളുടെയും വില ഉയർത്തും. ഈ നീക്കം പാം ഓയിൽ, സോയ ഓയിൽ, സൂര്യകാന്തി എണ്ണ എന്നിവയുടെ വിദേശ വാങ്ങലുകൾ കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഭക്ഷ്യവിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ തീരുമാനം കൈക്കൊള്ളുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.